ഗൈസ്, അപ്പം നമ്മളിപ്പോൾ പൊന്മുടിയിലാണ്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പം മിഥുൻ ചേട്ടനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്ന വഴിയിൽ ഉമ്മയുടെ മെയിൻ വിശപ്പ്. നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നത്. ഇത് കണ്ടോ ഗൈസ്, യൂണിക്കോൺ കളക്ഷൻ കുറേ ഉണ്ട്. ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ പൊന്മുടിയിലപ്പം എനിക്ക് തോന്നുന്നു 18ാമത്തെ ഹെയർ പിന്ന് അങ്ങനെ എന്തോ ആയി, 19 അല്ലേ. അപ്പോൾ നമ്മൾ വഴിയിൽ നിർത്തിയിട്ട് ചിലപ്പോൾ കട്ടൻ മദ്യമല്ല കേട്ടോ, കട്ടനാണേ. നമ്മൾ കുറച്ച് ഫുഡെല്ലാം കൊണ്ടുവന്നിട്ട് അപ്പോൾ അതെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ വഴിയിലേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കുന്നുണ്ട്. വൈബ് എങ്ങനെയുണ്ട്? കപ്പയും ചമ്മന്തി കറി. ഇവിടെ യൂണിക്കോൺ അല്പല്ലത് അവിടെ ഇരുന്ന് കട്ടൻ കുടിക്കുന്നു. പോകുന്ന ആൾക്കാരെല്ലാം എന്തെങ്കിലും കട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടോണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകണം, മദ്യം എന്ന് പറഞ്ഞിട്ട്. നല്ല മരിച്ചിനിയും മുളക് ചമ്മന്തിയും ചൂട് പൊന്മുടി ബസ് കയറി വരുന്നു. ഒരുപാട് ബസ് കൊണ്ട് പകുതി എത്തിയപ്പോൾ നല്ല മഴ, ഇങ്ങോട്ട് കയറിയപ്പോഴാണെങ്കിലോ നിൽക്കാൻ പറ്റാത്ത വെയിൽ. ടൈം ഇപ്പം 3:15 മിഥുൻ ചേട്ടാ കുടിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ചു, പക്ഷേ തണുപ്പായിട്ടില്ല. ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചെറിയൊരു മഴയുണ്ടായിരുന്നു. ഗൾഫിലായ പിതായന്തോടെ പോയി വീഡിയോ പിടിക്കാൻ പോയി. നമ്മൾ ഫുഡെല്ലാം കൊണ്ടുപോയി വഴിയിൽ വെച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണല്ലേ. മാക്സിമം എവിടെ പോയാലും കുറച്ച് ഫുഡ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കും. അതേപോലെ ഇവിടെ മഞ്ഞൊക്കെ വീണ് കിടക്കും. ഞാൻ വരുമ്പോ മറ്റേ ക്ലേല് പതിക്കുന്ന സാധനം അതൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ചമ്മട്ടി ഈ ഒരു ഡ്രസ്സിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ. കറുത്ത ചെരുപ്പ്, കറുത്ത പാൻറ്, മഞ്ഞ ചുരിദാറ്. ഇതാ നോക്കി നിങ്ങളിതാ, ഇതിലെല്ലാം ബ്ലാക്ക് ഡിസൈൻ ഉണ്ട് കണ്ടോ. ഞാൻ അതുകൊണ്ടാണ് നമ്മളിത് എവിടെ എത്തി. ഒരു ഫസ്റ്റ് ഒരു സോങ് എടുക്കാനുള്ള സ്ഥലവും കണ്ടെത്തി. ഇവിടെ മൊത്തവും ജയിലത്തോട്ടമാണ്. ചെറിയൊരു മഴയെല്ലാം പെയ്തപ്പോൾ കണ്ടില്ല, മഞ്ഞിങ്ങനെ ചെറിയ കോട ഇറങ്ങി തുടങ്ങി. നമ്മൾ കോഫി അടിക്കാൻ പോകുന്ന അവിടെ തന്നെ KTDCയുടെ ആ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. ഈ കാണുന്നതാണ് KTDCയുടെ ബിൽഡിങ്. നമ്മളിത്തെ ദൂരത്തിലാണ്, അല്പം ഇറങ്ങിപ്പോയാൽ മതി. പക്ഷേ ഇത് കോട ഇറങ്ങി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ നല്ല മഞ്ഞാവും. ചേട്ടാ എവിടേക്കാ?
ഇവർ രണ്ടുപേരും വന്നപ്പോൾ തൊട്ടേ കട്ടൻ കുടിയും കപ്പ തീറ്റിയും തന്നെയാണ് ജോലി. നിങ്ങൾ തിന്നാൻ വേണ്ടി മാത്രമാണോ വന്നത്? ഇവിടെ ഒന്നും കാണാനില്ലേ. നല്ല അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടം, നല്ല സൂപ്പറായിട്ട് വ്യൂ കിടപ്പുണ്ട്, നല്ല ലൈറ്റിങ്ങും. തേയിലത്തോട്ടമാണത്. ആ പൊടി ആ മരത്തിൻ്റെ ഭംഗി എന്തില്ലേ, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളാണ്. ഇവിടെ നല്ല ഈ പൊന്മുടി ഏകദേശം ഒരുവിധം സ്ഥലങ്ങൾ കാണാൻ തോന്നുന്നു. നമ്മളെ മെയിൻ റോഡ് വിട്ട് കുറച്ചകത്തോട്ട് കയറി വന്നു. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞും മഴയും, മഴ വരും അതങ്ങ് പോയി കഴിയുമ്പോൾ വെയിലാവും. എന്തായാലും നല്ലൊരു ക്ലൈമറ്റ്. പക്ഷെ കോടമഞ്ഞ് ഇത് അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയത് എവിടെയൊക്കെ, നമ്മളെ അടുത്തതിലേക്ക് എത്തിയില്ല. ഇതാ ബാക്കിൽ നിന്ന് ഓടി വന്നു. അവിടെ നിന്നാ പോരായിരുന്നു നിനക്ക്? അവിടെ നിന്നാ പോരായിരുന്നാ? എന്താ താഴേക്ക് എന്ത് ഭംഗിയല്ലേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നോക്കി, നല്ല സൂപ്പർ ആയിട്ടുണ്ടേ. അടിപൊളി വ്യൂ അവിടെ. മണി 6 കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ഒന്നും ഇരുട്ടിയിട്ടില്ല, നല്ല ലൈറ്റുണ്ട്. അത് ബാക്കിലുണ്ട് നല്ല കോടമഞ്ഞ് അങ്ങനെ ഇറങ്ങി നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഷൂട്ടെല്ലാം ഏകദേശം കഴിയാറായി. ഞാൻ വണ്ടി എടുക്കാണ്ട് കുറച്ച് നടന്നു പോകുന്നു. കണ്ടുകൂടാ പ്ലേസ്.